തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയൊരു ഘട്ടം ആരംഭിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ തമിഴക വെട്രിക്കഴകം ഇപ്പോൾ സർക്കാർ രൂപീകരണത്തിനായുള്ള തിരക്കിലാണ്. എന്നാൽ കേവല ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ സഖ്യകക്ഷികളുടെ പിന്തുണ തേടുകയാണ് അവരുടെ പ്രധാന ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി വിവിധ പാർട്ടികളുമായി അവർ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ടിവികെയുടെ നേതാവ് വിജയ് തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനു പിന്നാലെ തന്നെ സർക്കാർ രൂപീകരണത്തിനായുള്ള നീക്കങ്ങൾ ശക്തമായി. 118 സീറ്റുകളാണ് ഭൂരിപക്ഷത്തിന് ആവശ്യമായത്. എന്നാൽ ടിവികെയ്ക്ക് ലഭിച്ചത് 108 സീറ്റുകൾ മാത്രമാണ്. അതായത് ഭരണമുറപ്പിക്കാൻ കുറഞ്ഞത് 10 മുതൽ 11 സീറ്റുകളുടെ പിന്തുണ കൂടി ആവശ്യമാണ്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളുമായി ചേർന്ന സഖ്യ സർക്കാർ രൂപീകരിക്കാനാണ് വിജയ് ശ്രമിക്കുന്നത്. കോൺഗ്രസുമായുള്ള ചർച്ചകൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. അടുത്തിടെ ചെന്നൈയിലെ പനയൂരിലുള്ള വിജയന്റെ വസതിയിൽ തമിഴ്നാട് കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടന്നു. ഈ കൂടിക്കാഴ്ചയിൽ ഇരുപക്ഷവും പിന്തുണക്കുറിച്ച് പ്രാഥമിക ധാരണയിലെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിന്റെ പിന്തുണ ടിവികെ ചില പ്രധാന വാഗ്ദാനങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. സഖ്യ സർക്കാരിൽ കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനം നൽകാമെന്നാണ് പ്രധാനമായും പറയപ്പെടുന്നത്. ഇതിനു പുറമെ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും കോൺഗ്രസ് ആവശ്യപ്പെട്ടതായി അറിയുന്നു. ഇതോടെ കോൺഗ്രസ് ടിവികെ പിന്തുണയ്ക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. ഡിഎംകെയുമായുള്ള സഖ്യത്തിൽ നിന്ന് കോൺഗ്രസ് മാറിയാൽ അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. ഇതുവരെ ഡിഎംകെയുടെ പ്രധാന കൂട്ടാളിയായിരുന്ന കോൺഗ്രസ് പുതിയ നിലപാട് സ്വീകരിക്കുമോ എന്നത് എല്ലാവരും ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസിനൊപ്പം മാത്രമല്ല മറ്റു ചെറു കക്ഷികളുമായി ടിവികെ ചർച്ചകൾ നടത്തുകയാണ്. ഇടതുപക്ഷ പാർട്ടികളായ സിപിഎം, സിപിഐ എന്നിവരുമായി ഇപ്പോഴും ആശയവിനിമയം തുടരുന്നു. എന്നാൽ ഇവർ ഇതുവരെ തങ്ങളുടെ നിലപാട് തുറന്നു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവരുടെ പിന്തുണ ലഭിക്കുമോ എന്നത് ഇപ്പോൾ വ്യക്തമല്ല. മറുവശത്ത് വിസികെ ഡിഎംകെയോടൊപ്പം തുടരാനാണ് തങ്ങളുടെ തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു. അവരുടെ നേതാവ് തുറന്നു പറഞ്ഞത് ഡിഎംകെയെ വിട്ട് മാറില്ലെന്നാണ്. എന്നിരുന്നാലും സഭയിലെ ചെറുകക്ഷികളുടെ പിന്തുണ കൂടി നേടി 125 സീറ്റുകൾ വരെ ഉറപ്പിക്കാനാണ് ടിവികെയുടെ ശ്രമം. ഇത് സാധ്യമായാൽ സഖ്യ സർക്കാർ രൂപീകരണം കൂടുതൽ ഉറപ്പുള്ളതാകും. വിജയ് ശ്രമിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം ബിജെപിയും ഡിഎംകെയും ഒരുപോലെ മാറ്റി നിർത്തുന്ന ഒരു പുതിയ രാഷ്ട്രീയ വഴിയാണ്. ഒരു മൂന്നാം ബദൽ സർക്കാർ എന്ന ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റത്തിന് വഴിവെക്കാൻ സാധ്യതയുള്ളതാണ്. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട നടപടികളും ഒരുപോലെ പുരോഗമിക്കുകയാണ്. സഖ്യകക്ഷികളുടെ ഔദ്യോഗിക പിന്തുണകൾ ലഭിക്കുന്നതോടെ വിജയ് വീണ്ടും ഗവർണറെ കാണാനാകുമെന്നാണ് പദ്ധതിയിടുന്നത്. തുടർന്ന് സർക്കാർ രൂപീകരണത്തിന് ആവശ്യമായ നടപടികൾ വേഗത്തിലാക്കും. ഇപ്പോഴത്തെ പദ്ധതി പ്രകാരം മെയ് 10-ന് ചെന്നൈയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടത്താനാണ് തീരുമാനം. അതിനുള്ളിൽ എല്ലാ പിന്തുണയും ഉറപ്പിക്കാനാകുമെന്നാണ് ടിവികെ നേതൃത്വത്തിന്റെ വിശ്വാസം. തമിഴ്നാടിന്റെ ചരിത്രത്തിൽ ഇതൊരു പ്രത്യേക സാഹചര്യമാണ്. ഇതുവരെ ഒരു സഖ്യ സർക്കാർ അധികാരത്തിൽ വന്നിട്ടില്ല. എന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിന് വഴിയൊരുക്കിയിരിക്കുകയാണ്. ടിവികെ ഈ അവസരം ഉപയോഗപ്പെടുത്തി ചരിത്രം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. വിജയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ മാതൃക രൂപപ്പെടുമോ എന്നത് അടുത്ത ദിവസങ്ങളിൽ വ്യക്തമാകും. സഖ്യ ചർച്ചകൾ വിജയകരമായാൽ സർക്കാർ രൂപീകരണം എളുപ്പമാകും. എന്നാൽ ചർച്ചകൾ പ്രതീക്ഷിച്ച പോലെ മുന്നോട്ട് പോകാത്ത പക്ഷം മറ്റു സാധ്യതകളും പരിശോധിക്കേണ്ടി വരും. ആയതിനാൽ ഓരോ തീരുമാനവും വളരെ സൂക്ഷിച്ചാണ് ടിവികെ നേതൃത്വം മുന്നോട്ട് പോകുന്നത്. എല്ലാ കക്ഷികളുടെയും താൽപര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു സമുചിതമായ സമീപനം സ്വീകരിക്കാനാണ് ശ്രമം. സർക്കാർ രൂപീകരണത്തിന് ശേഷം വകുപ്പുകളുടെ വിഭജനം, മന്ത്രിമാരുടെ തെരഞ്ഞെടുപ്പ് എന്നിവയും വലിയ വിഷയങ്ങളാകും. ഓരോ സഖ്യകക്ഷികൾക്കും തൃപ്തികരമായ രീതിയിൽ സ്ഥാനങ്ങൾ നൽകേണ്ടതുണ്ട്. ഇത് എളുപ്പമല്ലെങ്കിലും വിജയ് ഇതിനായി തയ്യാറെടുക്കുകയാണ്. ഒരു സ്ഥിരതയുള്ള സർക്കാർ നൽകുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. ജനങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് യോജിച്ച രീതിയിൽ പ്രവർത്തിക്കണമെന്നാണ് ടിവികെ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ അവർ നേടിയ വിജയം വലിയ പ്രതീക്ഷകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ പ്രതീക്ഷകൾ നിറവേറ്റാൻ ശക്തമായ ഭരണമാണ് ആവശ്യമായത്. ആയതിനാൽ തന്നെ സഖ്യകക്ഷികളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. തമിഴ്നാട് ഇപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ടിവികെ നേതൃത്വം നൽകുന്ന സഖ്യ സർക്കാർ രൂപീകരണം വിജയകരമായാൽ അത് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും. അടുത്ത ദിവസങ്ങളിൽ ഏറെ നിർണായകമാണ്. ചർച്ചകളുടെ ഫലം എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.